ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് പഴമയാർന്ന രുചിയുള്ള തേങ്ങ മിഠായി എങ്ങനെ തയ്യാറാക്കിയെടുക്കും നോക്കാം. വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു തേങ്ങ നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് 3 കഷ്ണം ശർക്കരയാണ്. അത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. 1/2 ഗ്ലാസ് വെള്ളത്തിൽ വേണം ഉരുക്കിയെടുക്കാൻ. ഇനി അതിലേക്ക് ഒരു പിടിയോളം പനക്കൽക്കണ്ട എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഉരുക്കിയെടുക്കണം. നല്ലവണ്ണം ഉരുകി വരണം. മെൽറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ 2-3 ഏലക്ക കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സീഡ്സോട് കൂടിയിട്ട് തന്നെ അയക്കിട്ട് കൊടുക്കണം. ശർക്കര നല്ലവണ്ണം മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം ശർക്കരയൊക്കെ ലൂസായി കിടക്കുമ്പോൾ അതെല്ലാം നല്ലവണ്ണം തേങ്ങയിലേക്കൊക്കെ നല്ലവണ്ണം പിടിക്കും കേട്ടോ ശർക്കര. ഇത് നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ശർക്കരയും കൽക്കണ്ടവും മെൽറ്റായി കഴിഞ്ഞ ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അത് അലിയാതെ തന്നെ കിടക്കും കേട്ടോ. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. തേങ്ങ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ തേങ്ങൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നല്ലവണ്ണം വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ അതൊക്കെ വറ്റി വരണം. അതുവരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഇതിൽ നിന്ന് ഒരു 10 മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതിനുശേഷം അരിപ്പൊടി പൊടിയായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്നും കട്ട കുത്താതെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടിയായി ചേർക്കുമ്പോൾ കട്ട കുത്തൊന്നുമില്ല, പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അരിപ്പൊടി ഇട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ വീണ്ടും വെള്ളം അതൊക്കെ നല്ലവണ്ണം വറ്റും. ഞാൻ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ തേങ്ങ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് എണ്ണ തേച്ചിട്ട് അതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ആ പാത്രത്തിലേക്കൊന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ തേച്ച് കൊടുക്കുന്നത് മിഠായി കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കണം. അപ്പോൾ എത്രത്തോളം തിക്കായി കട്ട് ചെയ്യുന്നത് അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പ്ലേറ്റിൻ്റെ ഹാഫ് പോർഷൻ മാത്രമാണ് കേട്ടോ ഷേപ്പാക്കി കൊടുക്കുന്നത്. അത്രയും ഭാഗം നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ചൂടിൽ തന്നെ നല്ലോണം ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പകുതി ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്ത് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. ആദ്യം തന്നെ നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2-3 തവണ കട്ടില്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. നേരെ കട്ട് ചെയ്തിട്ടും പിന്നെ സ്ക്വയറായിട്ടും കട്ട് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് എണ്ണ കൊണ്ട് വീണ്ടും അതേപോലെ തന്നെ വീണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ കത്തിയിലാക്കിയിട്ടാണ് പിന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വേഗം നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ലോണം വിടിയിച്ചെടുക്കാൻ സുഖമാവും കേട്ടോ. അങ്ങനെ ചൂടാറിയതിന് ശേഷം പ്ലേറ്റിൽ നിന്നിട്ട് വെടിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ തേങ്ങ മിഠായി. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ.
അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴമയാർന്ന രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും 3 ചേരുവ കൊണ്ട് പണ്ട് കടകളിലൊക്കെ കിട്ടുന്ന ആ ഒരു മിഠായിൻ്റെ അതേ ടേസ്റ്റ് ആവും കേട്ടോ. ഇത് നമുക്ക് റോളായിട്ടും ഉണ്ടാക്കിയെടുക്കാം, സ്ക്വയറായിട്ടും ഉണ്ടാക്കി കൊടുക്കാം. പണ്ടൊക്കെ കടകളിൽ ചതുരായിട്ട് നമുക്ക് കിട്ടിയിരുന്നില്ലേ തേങ്ങ മിഠായി, അതേ ടേസ്റ്റ് ആവും, ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് സ്നാക്സ് ആയിട്ടും നമുക്ക് കഴിക്കാം, നമുക്ക് സ്വീറ്റ്സ് ആയിട്ട് മിഠായിൻ്റെ പോലെ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി തേങ്ങ മിഠായിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.